ആലപ്പുഴയിൽ ബീഫ് കുറുമയ്ക്കും മണിപ്പുട്ടിനും പേര് കേട്ട കല്ലുപാലത്തെ ഒരു കടയിലേക്കാണ് നമ്മുടെ ആദ്യ യാത്ര. അങ്ങനെ ഇന്നോ ഇന്നലെയോ ഒന്നും തുടങ്ങിയതല്ല ഈ കട. 1973 സ്ഥാപിതമായ ആ പഴയ കട ഇന്നും വിറകടുപ്പിന്റെ രുചിയിൽ ആലപ്പുഴ പട്ടണത്തിൽ അങ്ങനെ തല ഉയർത്തി നിൽക്കുകയാണ്. തന്റെ 24ാമത്തെ വയസ്സിലാണ് ടി.കെ. ഹംസ ബോബി എന്ന റെസ്റ്റോറൻറ്റ് തുടങ്ങുന്നത്. ഇന്ന് ഹംസയ്ക്കൊപ്പം മക്കളായ ഹാഷിം ഹനീഷും ചേർന്നാണ് രാവിലെ 7 മുതൽ രാത്രി 7 മണി വരെ ഈ കട തുറന്ന് പ്രവർത്തിപ്പിക്കുന്നത്. അപ്പോൾ നമുക്ക് ഒന്ന് പോയി ബീഫ് കുറുമയും മണിപ്പുട്ടും കഴിച്ചു വരാം. ഇതാണ് ആലപ്പുഴ നഗരത്തിന്റെ പഴയ തലസ്ഥാനം കല്ലുപാലം. ഇതിന്റെ കരകളിലായിരുന്നു പഴയ വ്യാപാര കേന്ദ്രങ്ങൾ. കുട്ടനാട്ടിൽ നിന്നും ആളുകൾ വിൽക്കാനും വാങ്ങാനും എത്തുന്ന സ്ഥലം. അങ്ങനെ ചെറിയ ചാറ്റൽ മഴയൊക്കെ ഉള്ള ഇങ്ങനെയുള്ളൊരു പ്രഭാതത്തിൽ നല്ല ബീഫ് കുറുമയും പത്തിരിയും പൊറോട്ടയും കഴിച്ചാലോ എന്നാണ് ആലോചന. അതും 51 വർഷങ്ങൾ പഴക്കമുള്ള കല്ലുപാലത്തിലെ ബോബീസ് എന്ന ഈ ഹോട്ടലിൽ നിന്ന്. ഇപ്പോൾ 51 വർഷമായി ഫാദറായിട്ട് തുടങ്ങിയതാണ്. ഇപ്പോൾ ഞാൻ ബ്രദറുമാണ് ഇപ്പോൾ നടത്തുന്നത്. ഇപ്പോൾ ഞങ്ങളെ സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ ബീഫ് കുറുമയാണ്. അതുകൊണ്ട് മട്ടൻ ഉണ്ടായിരുന്നു. അപ്പം മട്ടൻ്റെയൊക്കെ വിലയും നമുക്ക് അത് ഇവിടെ ഇതിന് ഞങ്ങളെല്ലാവരും റേറ്റിനാണ് കൊടുക്കുന്നത്. ബീഫ് കറി, പൊറോട്ട, മണിപ്പുട്ട്, നെയ്പ്പത്തിരി ഒക്കെയാണ് സ്പെഷ്യൽ. പിന്നെ ബീഫ് ബിരിയാണി മസാലകളെല്ലാം നമ്മൾ തന്നെ വാങ്ങിച്ച് പൊടിക്കുക. ബാക്കി ചതച്ചതും ഈ ഗരം മസാലയൊക്കെ വീട്ടിൽ തന്നെ പൊടിച്ച്, വേറെ വെളിയിൽ നിന്നുള്ള മസാലകളൊന്നും ചേർക്കാറില്ല. പിന്നെ വിറകടുപ്പിലാണ് നമ്മുടെ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ അതാണ് ഈ വിറക് ചെയ്യുന്നത്. വിറക് ചിരട്ട ഇപ്പം അങ്ങനെ പാചകക്കാരൻ ചെയ്യത്തില്ല. ഇപ്പോഴത്തെ കറിയൊക്കെ ആയി കഴിയുമ്പോൾ കനലിൽ കിടന്നങ്ങ് കുറേ ഇത് നേരം കിടന്ന് അതിന് നല്ല ഇത് കിട്ടും. ഗ്യാസ് കഴിയുമ്പോൾ സമയം കഴിയുമ്പോൾ അതിൻ്റെ പവർ കഴിഞ്ഞു. നമ്മൾ ഈ കനൽ ഇങ്ങനെ കിടന്ന് തിളച്ച് കറിക്കൊക്കെ ഇപ്പോഴും ഒരു ചൂടും കാണൊരു പ്രത്യേകതയായിരിക്കും നമ്മൾ ഈ വിറകിൽ ചെയ്യും. പൊറോട്ടയും കുറുമയും കഴിക്കാൻ വേണ്ടിയിട്ട് വരുന്നതാണ്. പിന്നെ മണിപ്പുട്ട് അങ്ങനെയുള്ളൊക്കെ വെറൈറ്റി ഉണ്ട് ഇവിടെ. പിന്നെ ടേസ്റ്റിൻ്റെ കാര്യത്തിൽ ഒരു കുറവില്ല, അതുകൊണ്ട് സ്ഥിരമായിട്ട് വരാറുണ്ട് ഇവിടെ. പൊറോട്ടയും കുറുമയും ഒരു രക്ഷയില്ലാത്ത കോമ്പിനേഷനാണ്. കാരണം ഒന്നാമത് ഇത് ഈ വിറകടുപ്പിൽ ഉണ്ടാക്കുന്ന സാധനമാണ്. അപ്പോൾ അതിൻ്റെതായ ടേസ്റ്റ് വ്യത്യാസമുണ്ട്. ഒരു രക്ഷയില്ല, അസാധ്യ കോമ്പിനേഷൻ. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. കാരണം ഞങ്ങളൊരു വീക്കിൽ വൺസെങ്കിലും ഇവിടെ വരും. ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ നിന്നായിരിക്കും. നല്ല അടിപൊളി ക്വാണ്ടിറ്റിയും ഉണ്ട്, അത്യാവശ്യം കുഴപ്പമില്ല. കഴിച്ചു കഴിഞ്ഞാൽ ഇതാണ് നാടൻ രുചിയാണല്ലേ? നാടൻ രുചിയാണ്. അപ്പോൾ രാവിലെ എന്നാണെങ്കിലും ഇവിടെ വന്ന് മസ്റ്റ് ഫുഡ് കഴിക്കണം. ഇവിടെ വന്ന് കഴിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സും നിറയും വയറും നിറയും. 1973 മധ്യത്തിൽ കാലഘട്ടത്തിൽ, അതായത് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ജൂലൈ ഓഗസ്റ്റ് മാസത്തിലാണ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പം സെപ്റ്റംബറിലാണ് ഈ ബോബി സിനിമ റിലീസാകുന്നത്, 1973. അപ്പോൾ ഇടാൻ പറ്റിയൊരു പേര് ബോബി എന്നാണ് പറഞ്ഞ അളിയനാണ് ഇട്ടത്. അങ്ങനെയാണ് ഈ ബോബി എന്നുള്ള പേരിന് വരുന്നത്. കിഴക്കൻ്റെ വെനീസാണല്ലോ ആലപ്പുഴ. അപ്പോൾ വ്യാപാര സ്ഥാപനങ്ങൾ ഒരുപാടുണ്ടായിരുന്നു. ഗുജറാത്തികളും സേട്ടുമാരും ബോംബെയിലുള്ള ആൾക്കാരൊക്കെ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. അതിനോട് വെച്ചാൽ ഇവിടെ ഒരുപാട് കടകളും എല്ലാം ഉണ്ടായിരുന്നല്ല. അങ്ങനെ തുടങ്ങിയതാണിത്. ആലപ്പുഴയുടെ ഒരു പട്ടണ രീതി ഉണ്ടായിരുന്നു. ആദ്യത്തെ ഒരു മാർക്കറ്റ്, അന്ന് ഈ കിഴക്കൻ നാട്ടിൽ നിന്ന് വള്ളങ്ങളൊക്കെ വരുന്നൊരു സമയത്ത് പോലെ നമ്മുടെ ഈ തോട്ടി ഈ വരുന്ന മാർക്കറ്റിൻ്റെ ലിസ്റ്റിലുള്ളതാണ്. അപ്പോൾ അന്ന് മുതൽ ഈ കടകളിൽ നല്ല കച്ചവടമാണ്, നല്ല ടേസ്റ്റാണ്. ഇപ്പം രാവിലെ ജോലിക്ക് വന്നിട്ട് ടൈമാണ്. അപ്പോൾ ഇവിടെ ഒന്ന് ഭക്ഷണം കഴിച്ചിട്ട് നമ്മൾ മിക്കപ്പോഴും പോകാറ്. നമുക്ക് ലാഭമാണ്, കഴിക്കാൻ നല്ല രുചിയുണ്ട്. ഞാൻ ഈ CMS സ്കൂളിൽ പഠിച്ചിട്ടുണ്ടപ്പം ഈ കൊച്ചായപ്പോൾ ഞാൻ ഈ സ്കൂളിൽ ഇവിടെ വന്ന് ആഹാരം കഴിക്കുന്നു. ഞാൻ ഇപ്പോഴും 1-2 പൊറോട്ട. ഇപ്പം എനിക്ക് 62 വയസ്സുണ്ട്.
പണ്ടത്തെ പോലെ ഇന്നും അത് തന്നെ നല്ലത്. പുള്ളിയുടെ വാപ്പയുള്ള കാലം മുതൽ ഞാൻ വാപ്പയുള്ള കാലം മുതൽ നമ്മളുള്ള നല്ല ഭക്ഷണങ്ങളാണ്. 1973 സ്റ്റാർട്ട് ചെയ്തതാണ് ഈ സ്ഥാപനം. ഇവിടുത്തെ മെയിനായിട്ടുള്ള പൊറോട്ടയും കുറുമയാണ്. പണ്ട് കാലം മുതൽ കൊടുത്തോണ്ടിരിക്കുന്നതാണ് പൊറോട്ടയും കുറുമയും. അത് ഫേമസ് ആണ്. പല സ്ഥലത്തുനിന്നും പല ജില്ലയിൽ നിന്നും വന്ന് ഇവിടുന്ന് കഴിക്കാറുണ്ട്. ബീഫ് കുറുമ സാധാരണ കടകളിൽ പോലുള്ളൊരു പ്രിപ്പറേഷൻ അല്ല ഇവിടെ. കറക്റ്റായിട്ട് സവാളയെല്ലാം അരിഞ്ഞ് പിന്നെ പച്ചമസാലയൊക്കെ ചേർത്ത് ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, ചുവന്നുള്ളി എല്ലാം ചതച്ച് സവാളയെല്ലാം അരിഞ്ഞ് സെപ്പറേറ്റ് പച്ചമസാല ഇതിനകത്ത് സെറ്റ് ചെയ്തെടുക്കുകയാണ്. ആദ്യത്തെ പ്രിപ്പറേഷൻ എന്ന് പറഞ്ഞാൽ 25 തേങ്ങയുടെ കുറുമയാണ്. അതൊരു 22 കിലോ 23 കിലോ രാവിലത്തെ ഫസ്റ്റ് ട്രിപ്പ്. രണ്ടാമത്തെ ട്രിപ്പ് എന്ന് പറയുമ്പോൾ അത് പിന്നീട് അത് സെറ്റ് ചെയ്ത് നല്ലപോലെ ഇതായതിനു ശേഷം കുക്കറിനകത്തോട്ട് ബീഫ് പുഴുങ്ങിയെടുക്കുകയാണ്. മസാലപ്പൊടി എല്ലാം കൂടി രണ്ടാമതിനകത്ത് സെറ്റ് ചെയ്യും. ഉപ്പും മസാലപ്പൊടിയെല്ലാം സെറ്റ് ചെയ്ത് വേവിച്ചൊരു 6-7 വിസിലോട് കൂടി ഓക്കെയാണ്. മുപ്പത് വർഷമായി. ഒരു മടുപ്പുമില്ല. നല്ല അന്തരീക്ഷം, നല്ല ആൾക്കാർ, കുഴപ്പമില്ല. വരുന്നവർ നല്ല സംരക്ഷണം വരുന്ന ആൾക്കാർ, ഇവിടെയുള്ള മുതലാളി വരെ നല്ല മുതലാളി വരെ, അതെല്ലാം കൊണ്ടും നല്ല സുഖം. 30 വർഷമായിട്ട് ഞാനിവിടെ തന്നെ. ഇവിടെ ഇപ്പം മെയിനായിട്ട് നമ്മളെ പൊറോട്ട, ബീഫ് കറി, ബീഫ് കുറുമ, പിന്നെ അപ്പം, ഇടിയപ്പം, മണിപ്പുട്ട് രാവിലെ 6 മണി തൊട്ട് സ്റ്റാർട്ട് ചെയ്യും. പൊറോട്ടയും ചായ മാത്രമേ ഉള്ളൂ, ഗ്യാസ് ബാക്കിയെല്ലാം വിറകടുപ്പിലും കാര്യങ്ങളായിരുന്നു. വിലവർദ്ധനവ് ഇച്ചിരി പ്രശ്നമേ ഉള്ളൂ. സവോള അങ്ങനെ കുറേ ഐറ്റംസ് അതിൻ്റെ ഒരു പ്രശ്നമുണ്ട്. പാചകവാതം മറ്റേ സിലിണ്ടർ വില കൂടി മെയിൻറ്റെയിൻ ചെയ്ത് പോകണം, അതേ ഉള്ളൂ. വേറെ കുഴപ്പമില്ല, നല്ല ഇതായിട്ട് പോകുന്നു. അങ്ങനെ വയറും മനസ്സും നിറയ്ക്കുന്ന ഒരു കാഴ്ചയായിരുന്നു. ഒരുപാട് പ്രേക്ഷകർ ഗുഡ് ആഫ്റ്റർനൂൺ പറയുന്നുണ്ട്, നമസ്കാരം പറയുന്നുണ്ട്. എല്ലാവർക്കും നമസ്കാരം, ഗുഡ് ആഫ്റ്റർനൂൺ. കണ്ണന്താഴ് പറഞ്ഞ് ഞാനിവിടുന്ന് കഴിച്ചിട്ടുണ്ട്. അപ്പോൾ കഴിച്ചവരുടെ ഈ ബോബീസി പോയി ഈ മണിപ്പുട്ടും കുറുമയും കഴിച്ച ആളുകളും നമ്മുടെ കമൻറ്റ് ബോക്സിലുണ്ട്, നമ്മുടെ പ്രേക്ഷകരുടെ കൂട്ടത്തിലുണ്ട്. ഏതായാലും ആലപ്പുഴ വഴി പോകുമ്പോൾ ഉറപ്പായും ട്രൈ ചെയ്യും. ഞാനും ഇതുവരെ കഴിച്ചിട്ടില്ല, ഇനി എന്തായാലും ട്രൈ ചെയ്യും. അപ്പോൾ ആ ചേട്ടൻ പറഞ്ഞിട്ടില്ലേ 30 വർഷമായി മടുപ്പില്ല എന്ന്. അപ്പം തന്നെ ആലോചിക്കാമല്ലോ എന്തായിരിക്കും ആ ഐറ്റത്തിൻ്റെ ഒരു രുചിയെന്ന്.